ഹായ് അസാക്സുകളിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം കേട്ടോ. വേറൊന്നുമല്ല, അതെ നമ്മുടെ നെത്തോലി ഒന്ന് ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. ഉണക്ക നെത്തോലിയാണ്, ചൂടനൊക്കെ പറയത്തില്ലേ അത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് തേങ്ങ, ഒരു 3-4 കാന്താരി മുളക്, സ്വല്പം വാളംപുളി, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 3-4 വറ്റൽമുളക്, ഒരു തണ്ട് കരിവേപ്പില, ഒരു സ്വല്പം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ നെത്തോലി ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോരുത്. എന്നാലും ശരി, നമ്മൾ ഇങ്ങനെ പൊടിയുന്ന പരുവത്തിന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണേ. അതിനുശേഷം കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഭയങ്കര ടേസ്റ്റാട്ടോ ഇതിന്. പണ്ടൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നേ. എനിക്ക് ഇത് മാത്രം മതിയായിരുന്നു ചോറുണ്ണാനായിട്ട്, കറിയായിട്ട് ഇത് മാത്രം ഉണ്ട്. ഞാൻ ഇഷ്ടം പോലെ ചോറുണ്ണുമായിരുന്നേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊന്നും ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന് കരുതിയേ. ആ വറുത്തെടുത്ത മുളകും അതുപോലെ തന്നെ മീനും പിന്നെ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 സ്പൂൺ തേങ്ങ മതി. ഒരുപാട് തേങ്ങ ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോവേ. അപ്പോൾ ആ തേങ്ങയും പിന്നെ ഉള്ളി, അതിനൊക്കെ വാളംപുളി, കാന്താരി മുളക്, ഇഞ്ചി എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ആ കാന്താരി മുളകിന് അപ്പടി ഞെട്ടായിരുന്നു. ഞെട്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് എടുത്തത്. വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് കാന്താരി മുളകാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. തോരൻ്റെ പരുവത്തിന് തന്നെ എടുക്കണേ. പണ്ടൊക്കെ ഇത് അമ്മിക്കല്ല് വെച്ച് എടുത്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ ചതച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അമ്മിക്കല്ല് ഷെഡിലായത് കാരണം അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് മിക്സിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി എല്ലാം നല്ലവണ്ണം ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ സ്വല്പം കടുകും അതുപോലെ തന്നെ ഒരു മുളകും ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കടുക് വറക്കണേ. കടുക് വറുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച് വാരി വെച്ചിരിക്കുന്ന ചമ്മന്തി എടുത്ത് ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം തോർത്തേണ്ട, സ്വല്പം വെള്ളമുള്ള പരുവത്തിന് വേണം എടുക്കാൻ. അതാണ് ഇതിൻ്റെ പരുവം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഉണക്ക നെത്തോലി ചമ്മന്തി ഇടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. നന്നായിട്ട് എടുത്ത് പ്ലാസ്റ്റിക് ഡബ്ബയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി, ചീത്തയാവത്തില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.